2006 ഒക്ടോബർ 20. സമയം രാവിലെ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റായിരുന്നു. ദില്ലിയിലെ വെസ്റ്റ് ഹരിയാനയിലെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ റിംഗ് ചെയ്യുന്നു. അന്ന് ഡ്യൂട്ടി ഓഫീസറായിരുന്ന ബാലകൃഷ്ണൻ എന്നയാൾ ഫോൺ എടുത്തു. മറുവശത്തുണ്ടായിരുന്ന ആൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നു. തീഹാറിൽ നിങ്ങൾ 2 പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ അവരെ കൊണ്ട് ഒന്നിനുമാകില്ല. അവരുടെ അടുത്തുകൂടെ 3-ാം നമ്പർ ഗേറ്റിന് മുൻപിൽ ഞാനൊരു ഡെഡ് ബോഡി കൊണ്ടുവച്ചു. തന്നെ ആരോ പറ്റിക്കുന്നതാവാം എന്ന് ബാലകൃഷ്ണൻ വിചാരിച്ചു. എന്നാലും ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. തീഹാർ ജയിലിലെ ഹെഡ് കോൺസ്റ്റബിൾമാരെ ചെക്ക് ചെയ്യാൻ ഏർപ്പാടാക്കുന്നു. തീഹാർ ജയിലിലെ 3-ാം നമ്പർ ഗേറ്റിലെത്തിയ കോൺസ്റ്റബിൾ ഗേറ്റിന് മുന്നിലായി ഒരു കൊട്ട കാണുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ചാക്കുകെട്ടും. ചാക്കുകെട്ട് തുറന്നു നോക്കിയ കോൺസ്റ്റബിൾ ഒരു മനുഷ്യൻ്റെ കൈ കാണുന്നു. ഭയന്ന് വിറച്ച് അയാൾ ഡ്യൂട്ടി സ്റ്റേഷനിൽ പോയി മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ചു കൊണ്ടുവന്ന് താൻ കണ്ട സാധനം കാണിച്ചു കൊടുക്കുന്നു. കഴുത്തിന് മുകളിൽ തലയില്ലാത്ത ഡെഡ് ബോഡി. 28 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡിയായിരുന്നു അത്. കൈയും കാലും തമ്മിൽ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ബോഡി ന്യൂസ് പേപ്പറും തുണികളും പ്ലാസ്റ്റിക് കവറും കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ബ്ലഡ് ചാക്കിന് പുറത്തേക്ക് പോയിരുന്നില്ല. ആ ചാക്കിനുള്ളിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി. കൊലപാതകയിലേക്കുള്ള തെളിവുകൾ അതിൽ നിന്ന് തന്നെ പോലീസിന് കിട്ടിയിരുന്നു. ആ ലെറ്റർ കണ്ട് പോലീസ് ഞെട്ടി. കൊലപാതകിയുടെ കൈഷ്ടത്തിൽ എഴുതിയ ലെറ്റർ. അത് തുറന്ന പോലീസുകാർ ആ ലെറ്റർ കിട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കാരണം പോലീസുകാർക്ക് നേരെ തെറിവിളിയും വെല്ലുവിളിയും. ഹിന്ദിയിലാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. കത്തിലെ ചുരുക്കം ഇതാണ്: ഇതിനു മുൻപും എന്നെ കള്ളക്കേസിൽ കുടുക്കിയവരാണ് പോലീസുകാർ. ഞാൻ മനസ്സുകൊണ്ട് അറിയാത്ത കൊലപാതകങ്ങളുടെ പേരിൽ നിങ്ങൾ എന്നെ അതിക്രൂരമായി വേട്ടയാടി. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരാളെ കൊന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 2003 നവംബറിൽ ഞാൻ ഇതുപോലെ ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്കാവില്ല. നട്ടലുള്ള ഏതെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്ക്. ഇത്രയുമാണ് കത്തിലുള്ളത്. പോലീസുകാർക്ക് നാണക്കേടുണ്ടാകുന്ന കത്തായതുകൊണ്ടാവാം അവർ ഈ കത്ത് രഹസ്യമാക്കി വെക്കുന്നു. എന്നാൽ അധികം വൈകാതെ കത്തിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നു. മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കുന്നു. ഡൽഹിയിൽ എല്ലായിടവും ഭീതി നിറയുന്നു. നാട് ഒന്നടങ്കം നിശബ്ദമാകുന്ന അവസ്ഥ. അതീവ സുരക്ഷയും അതിഭീകരന്മാരും അക്രമികളുമായ തടവുകാരെ പാർപ്പിക്കുകയും ചെയ്യുന്ന ജയിലാണ് തീഹാർ ജയിൽ. അവിടെ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിടണമെങ്കിൽ സാധാരണക്കാരുടെയും നാട്ടിൻ പ്രദേശത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും? ഡെഡ് ബോഡി കണ്ടെത്തിയതിന് ശേഷം സ്റ്റേഷനിൽ കൊലപാതകി കോൾ ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ ബാലകൃഷ്ണനാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തപ്പോൾ തന്നെ SHO സുന്ദർ സിംഗിൻ്റെ നമ്പർ ചോദിച്ചു വാങ്ങുന്നു. ശേഷം സുന്ദർ സിംഗ് യാദവിനെ വിളിച്ച് താൻ തീഹാർ ജയിലിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ബോഡി ഇടാനുള്ള കാരണം വെളിപ്പെടുത്തുന്നു. തന്നെ ഇതിനു മുൻപ് പോലീസ് ഏതോ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. തീഹാർ ജയിലിലായിരുന്നു തന്നെ ഹവിൽദാർ വൽവീർ ഒരു കാരണവും കൂടാതെ ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വൽവീറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം അയാൾ ഡ്യൂട്ടിയിലുള്ള സമയം തിരഞ്ഞെടുക്കുകയും ബോഡി ആ സമയത്ത് തന്നെ അവിടെ കൊണ്ടിടുകയും ചെയ്തു. പേടിക്കേണ്ട, ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ ഞാൻ കൊടുത്തുവിടാം എന്ന് പറഞ്ഞ് കോള് കട്ടാകുന്നു. പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ഫോൺ കോളുകൾ ട്രേസ് ചെയ്യും. ആദ്യത്തെ ഫോൺ കോൾ വന്നത് നങ്കൽ റായ് എന്ന സ്ഥലത്തെ STD ബൂത്തിൽ നിന്നാണ്. രണ്ടാമത്തെ കോള് തിലക് നഗറിലുള്ള ഒരു ബൂത്തിൽ നിന്നാണ്. 2 ബൂത്തും വ്യത്യസ്ത ദിശയിലുള്ളതാണ്. പോലീസ് ബൂത്തുകളിൽ എത്തുന്നു. തിലക് നഗറിലെ ബൂത്തിലെത്തിയപ്പോൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്ന സമയത്ത് ഈ ബൂത്തിൽ നിന്നും കോൾ ചെയ്തത് ഒരു ചെറുപ്പക്കാരനാണ്. ആ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നറിയുന്നു. പോലീസ് അവിടെ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് രേഖാചിത്രം തയ്യാറാക്കുന്നു. കൂടാതെ കത്തിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. കൈയക്ഷര പരിശോധനയിൽ ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ് സ്വദേശിയാണ് അത് എഴുതിയത് എന്ന നിഗമനത്തിലെത്തുന്നു. ഈ വിവരങ്ങൾ വെച്ച് ഇൻസ്പെക്ടർ സുന്ദർ സിംഗ് അന്വേഷണം നടത്തുന്നു. കത്തിൽ 2003 നവംബറിൽ നടന്ന കൊലപാതകം, അന്ന് കൊല ചെയ്യപ്പെട്ടത് ആര് എന്നറിയാതെയും കൊലപാതകി ആരെന്നറിയാതെയും ആ ഫയൽ തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. അന്ന് ഗേറ്റ് നമ്പർ 1-ലാണ് ബോഡി കണ്ടെത്തിയത്. അങ്ങനെ സൈക്കോ സീരിയൽ കില്ലറിന് വേണ്ടിയുള്ള അന്വേഷണം അവിടെ തുടങ്ങുന്നു. കോൺസ്റ്റബിൾ വെൽവീറിൻ്റെ പേരാണ് രണ്ടാമത് കോൾ ചെയ്തപ്പോൾ കൊലപാതകി പറഞ്ഞത്. അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾ വെൽവീറിൻ്റെ കത്തിൽ പരാമർശിച്ചിരുന്ന സമയത്ത് 3-ാം നമ്പർ ഗേറ്റിന് മുന്നിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അവിടെ ശിക്ഷിക്കപ്പെട്ട ക്രിമിനൽസിനെ പാർപ്പിച്ചിരുന്ന തടവുകാരുടെ ജയിലിന് മുന്നിലാണ്. അങ്ങനെ കൊലപാതകിയുടെ പ്രായം എന്ന് സംശയിക്കുന്ന പ്രായത്തിന് ഏകദേശം 5 വർഷം മുൻപും പിൻപുമുള്ള ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ശേഷം അതിൽ നിന്നും ബീഹാർ ജാർഖണ്ഡ് സ്വദേശികളുടെ ലിസ്റ്റും എടുക്കുന്നു. ഇത് ഏകദേശം 30-ന് മുകളിൽ വരുന്നു. അങ്ങനെ വലിയ ഗുണമൊന്നുമില്ലാതെ അന്വേഷണം വഴിമുട്ടുന്നു. 2007 ഏപ്രിൽ 25-ന് വീണ്ടും ഒരു ഡെഡ് ബോഡി കൂടി 3-ാം നമ്പർ ഗേറ്റിന് മുന്നിൽ നിന്നും കിട്ടുന്നു. ആദ്യത്തെ ബോഡി കിട്ടിയതുപോലെ തന്നെ ചാക്കിൽ കെട്ടി കുട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ ഈ ബോഡി ആദ്യത്തെ ബോഡി കെട്ടിയതിനേക്കാൾ വളരെ ടൈറ്റായി പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരുന്നു.
പോലീസ് ഈ കെട്ട് അഴിക്കാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവിടെ നിന്നും ചുറ്റും കൂടി നിന്ന് ചെറുപ്പക്കാരിൽ ഒരാൾ കടന്നു വരുന്നു. അയാൾ അവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കുന്ന ആളാണ്. ആ ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ഡെഡ് ബോഡിയിലെ കെട്ടഴിച്ച് പോലീസിനെ സഹായിക്കുന്നു. ഇത്തവണ തല മാത്രമല്ല ബോഡിയിൽ മിസ്സിംഗ് ആയത്, തലയും കൈയും കാലും സ്വകാര്യ ഭാഗങ്ങളും മിസ്സിംഗ് ആയിരുന്നു. മിസ്സിംഗായ ഈ ശരീരഭാഗങ്ങൾ തീഹാർ ജയിലിൽ നിന്നും 15 കിലോമീറ്റർ ദൂരത്തുള്ള തീസ് ഹസാരി കോടതിയുടെ പരിസരത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. അന്വേഷണങ്ങൾ പതിവ് പോലെ തന്നെ എങ്ങും എത്താതെ വഴിമുട്ടി നിൽക്കുന്നു. അന്വേഷണങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ 2007 മെയ് 18 തീഹാർ ജയിലിലെ ഗേറ്റ് നമ്പർ 3 നിന്നും വീണ്ടും ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. ഈ ഡെഡ് ബോഡിക്കും തലയില്ലായിരുന്നു. ഈ ഡെഡ് ബോഡിയുടെ കൂടെയും ഒരു കത്തുണ്ടായിരുന്നു. 2 പേജുള്ള കത്തായിരുന്നു അത്. 2006 ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തന്നതാണ്. അത് നിങ്ങൾ അന്ന് നന്നായി ഒന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ല. ആ ഡെഡ് ബോഡിയുടെ കയ്യിൽ അമിത് എന്ന് പച്ചകുത്തിയിരുന്നു. ആ പേര് പോലും പത്രക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ എന്താ നേരെ അന്വേഷണം നടത്താതെ എന്ന് തുടങ്ങുന്ന കത്ത്. നിങ്ങൾ എൻ്റെ തലയ്ക്ക് നല്ലൊരു തുക ഇനാം വയ്ക്കൂ, എന്നാലല്ലേ ഈ കളിക്ക് ഒരു രസമുള്ളൂ. കുറഞ്ഞ തുക വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ എന്നെ അപമാനിച്ചാൽ നിങ്ങൾക്കുള്ള പണി വേറെ ഞാൻ തരും. അടുത്ത സമ്മാനം ഉടനെ തന്നെ നിങ്ങളെ തേടിയെത്തും എന്ന് പറഞ്ഞ ആ കത്ത് അവസാനിക്കുന്നു. മെയ് 18 ലാസ്റ്റ് ഡെഡ് ബോഡി കണ്ടെത്തിയതോടെ പോലീസ് ഒരു രഹസ്യ സംഘം ഉണ്ടാക്കി രഹസ്യമായി കേസ് അന്വേഷിക്കുന്നു. അവരുടെ രഹസ്യാന്വേഷണത്തിൽ 1997 സമാനമായ കൊലപാതകം നടന്നതായി പോലീസ് മനസ്സിലാക്കുന്നു. ആ കൊലപാതകത്തിന്റെ രീതിയും പുതിയ കൊലപാതക രീതിയും മാച്ച് ചെയ്യുന്നതായി അവർ കണ്ടെത്തുന്നു. 1998 മുതൽ 2002 വരെ ആ കൊലപാതകി ജയിലിൽ കിടക്കുകയും 2002 മോചിതനായി എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അന്വേഷണം മുറുകുന്നു. ഒടുവിൽ നിർണായകമായ വിവരം പോലീസിന് കിട്ടുന്നു. ആസംപൂർ മണ്ടിയിൽ ഒരു ഡോക്ടറുണ്ട്. അയാളുടെ ക്ലിനിക്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ചേരുന്ന ഒരു സസ്പെക്ട് സ്ഥിരമായി വരാറുണ്ട്. പോലീസ് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവർ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം അറിയുന്നു. അവർ അന്വേഷിക്കുന്ന ആൾ ഡോക്ടറുടെ സ്ഥിരം ക്ലയന്റാണ്. അയാളുടെ 5 പെൺമക്കളുടെ പ്രസവം എടുത്തത് ഇതേ ഡോക്ടറാണ്. ചന്ദ്രകാന്ത് ചാ എന്നാണ് അയാളുടെ പേര്. ചന്ദ്രകാന്ത് ഒരു ക്രിമിനലും അപകടകാരിയുമാണ് എന്ന് ഡോക്ടർ പോലീസിനോട് പറയുന്നു. ഡോക്ടറിന്റെ മരുമകനായ ആളെ ചന്ദ്രകാന്ത് കഴുത്തിൽ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് മഫ്തിയിൽ ചന്ദ്രകാന്തിനെ പിടിക്കാൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ കാത്തിരിക്കുന്നു. പക്ഷേ 4 മണിക്ക് അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞ ചന്ദ്രകാന്ത് അന്ന് വന്നില്ല. അതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടുന്നു. പക്ഷേ വളരെ വിലപ്പെട്ട ചന്ദ്രകാന്തിന്റെയും ഭാര്യയുടെയും ഫോൺ നമ്പർ പോലീസിന് ഡോക്ടറിൽ നിന്നും ലഭിക്കുന്നു. പോലീസ് 2 നമ്പറിൻ്റെയും കോൾ റെക്കോർഡ്സ് എടുക്കുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം വളരെ ചെറിയ വീടുകൾ തിങ്ങി നിറഞ്ഞ ഗ്രാമമായതിനാൽ അതിൽ നിന്നും ഒരാളെ കണ്ടെത്തുന്നത് റിസ്ക് ആയിരുന്നു. എന്നാൽ അതിൽ ഒരു നമ്പറിൽ ഒരുപാട് ഫോൺ വിളി നടന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ആലിപ്പൂരിലെ ഒരു വീടാണ് ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ കിട്ടുന്നത്. അവിടെ എത്തിയ പോലീസ് അന്വേഷണം നടത്തുന്നു. അവിടെയുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് പോലീസിന് മറ്റൊരു വിവരം ലഭിക്കുന്നു. ചന്ദ്രകാന്ത് ചായ്ക്ക് ഒരു സ്കൂട്ടർ മോഡിഫൈ ചെയ്ത ഗുഡ്സ് വണ്ടിയുണ്ട്. ഈ വിവരം ഫോൺ വഴി അറിഞ്ഞ സമയത്ത് ഇൻസ്പെക്ടർ നരേന്ദ്ര പെഹൽവാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ വണ്ടി തൻ്റെ മുന്നിൽ കാണുന്നു. ഈ വിവരം ഇൻസ്പെക്ടർ സുന്ദർ സിംഗിനെ അറിയിച്ച് നരേന്ദ്ര പെഹൽവാർ വണ്ടി നിർത്തിയിട്ട് വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. അപ്രത്യക്ഷമായി കയറി വന്ന പോലീസിനെ കണ്ട് ചന്ദ്രകാന്ത് ചാ ഒന്ന് ഞെട്ടി. എങ്കിലും ആ നടുക്കം പെട്ടെന്ന് നിസ്സംഗ ഭാവമാക്കി അയാൾ മാറ്റുന്നു. ചന്ദ്രകാന്ത് ചായെ വിലങ്ങിട്ട് സ്റ്റേഷനിൽ എത്തിക്കുന്നു. ഇൻസ്പെക്ടർ സുന്ദർ സിംഗിനോട് ആദ്യമേ ചാ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നു. എൻ്റെ ദേഹത്ത് കൈവച്ചാൽ ഞാനൊന്നും പറയില്ല. എന്നെ ഉപദ്രവിച്ചില്ല എങ്കിൽ ഇതുവരെ നടന്ന എല്ലാം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ തൻ്റെ സീരിയൽ കില്ലറിലേക്കുള്ള മാറ്റത്തിൻ്റെ കഥ അയാൾ പറഞ്ഞു തുടങ്ങുന്നു. 1980 ബീഹാറിലാണ് ജനനം. അമ്മ അധ്യാപിക, അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്കാരൻ. 6 മക്കളിൽ മൂന്നാമൻ. കുട്ടിക്കാലത്ത് തൻ്റെ അമ്മയോ അച്ഛനോ തൻ്റെ പഠിപ്പിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോട് വെറുപ്പ് തോന്നിയ ചന്ദ്രകാന്ത് നാട് വിട്ട് ഓടിപ്പോകുന്നു. കള്ളവണ്ടി കയറി ദില്ലിയിലെത്തിയ അയാൾ ആസാദ്പൂർ മണ്ടി എന്നൊരു പച്ചക്കറി ചന്തയുണ്ട്. അവിടെ എത്തിയ അയാൾ തൻ്റെ ഗ്രാമത്തിലെ പരിചയക്കാരെ കാണുന്നു. അവിടെ അയാൾ ചുമടെടുപ്പ് ജോലി നടത്തുന്നു. പതിയെ പച്ചക്കറി വിൽപ്പനക്കാരനാകുന്നു. അങ്ങനെ കുറച്ച് സമ്പാദിച്ചു തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് ഭാഗത്ത് ജോലിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇയാളെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇയാളുടെ കയ്യിൽ നിന്നും ചെറിയ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നു. എന്നാൽ ഒരു ദീപാവലി ആയപ്പോൾ പോലീസുകാർ ബൈക്ക് ചോദിച്ചു. വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ കൊന്നുകളയെന്ന് പറയുന്നു. ഇങ്ങനെ ഇയാൾക്ക് പോലീസുകാരോട് ദേഷ്യമുണ്ടാകുന്നു. പോലീസുകാർ മാത്രമല്ല പിരിവ് നടത്തിയിരുന്നത്. മാർക്കറ്റിൽ പണ്ഡിറ്റ് എന്നു പേരുള്ള ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു. അയാളും പോലീസിൻ്റെയും മുനിസിപ്പാലിറ്റി അധികൃതരുടെയും പേര് പറഞ്ഞ് മാർക്കറ്റിൽ നിന്നും പണം പിരിച്ചിരുന്നു. ഈ പിരിവ് ചന്ദ്രകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ പേരിൽ ഇവർ 2 പേരും അടിയും ഉണ്ടാകുന്നു. ഈ വഴക്കിൽ ചന്ദ്രകാന്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി മുറിക്കുന്ന കത്തി കൊണ്ട് പണ്ഡിറ്റിൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാകുന്നു. 1998 ഒക്ടോബറിൽ നടന്ന ഈ സംഭവത്തിൻ്റെ പേരിൽ 2002 വരെ ചന്ദ്രകാന്തിൻ്റെ പേരിൽ പോലീസ് കേസ് നടക്കുന്നു. പണ്ഡിറ്റിൻ്റെ പരിചയക്കാരനായ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് ഇതിന് നേതൃത്വം നടത്തുന്നത്. ഈ കേസിൽ ചന്ദ്രകാന്തിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നു.
അങ്ങനെ പണ്ഡിറ്റിനോട് ചന്ദ്രകാന്തിന് പക കൂടുന്നു. 1998 പണ്ഡിറ്റിനെ ചന്ദ്രകാന്ത് കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ പല പല സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നു. ഇതിനിടയ്ക്ക് തൻ്റെ ഭാര്യയെ 5 പെൺമക്കളെയും ഹൈദർപൂരിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു. ഇയാളും അവിടെ ഒരു ഒറ്റമുറിയിൽ താമസിക്കുന്നു. ഇനി താൻ കൊല ചെയ്യാൻ തയ്യാറാക്കുന്ന പ്ലാൻ പോലീസിനോട് വിവരിക്കുന്നു. കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ആദ്യം ഇയാൾ നല്ലൊരടുപ്പം സ്ഥാപിക്കുന്നു. വേണ്ടതെല്ലാം ചന്ദ്രകാന്ത് തൻ്റെ ഇരയ്ക്ക് ചെയ്തു കൊടുത്ത് ഒരു ദിവസം തൻ്റെ ഒറ്റമുറി വീട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് കൊലപാതകം നടത്തുന്നു. ചന്ദ്രകാന്തിൻ്റെ ആദ്യത്തെ ഇര അനിൽ എന്നയാളാണ്. ഈ അനിലും ചന്ദ്രകാന്തിൻ്റെ മകളുമായി അടുപ്പത്തിലാകുന്നു. ചന്ദ്രകാന്ത് അയാളെ വിലക്കിയിട്ടും അവനത് തുടരുന്നു. എന്നാൽ ഈ പക പുറത്തു കാണിക്കാതെ ചന്ദ്രകാന്ത് അനിലുമായി അടുപ്പം സ്ഥാപിച്ച് അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് വേണ്ട ആഹാരമെല്ലാം കൊടുത്ത ശേഷം പിന്നിൽ നിന്ന് കയറുകൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലുന്നു. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തല മുറിച്ചു മാറ്റി പ്ലാസ്റ്റിക് കൊണ്ട് നന്നായി മുറുക്കി കെട്ടി പ്ലാസ്റ്റിക് ചാക്കിലാക്കി കുട്ടയിലിട്ട് സ്വന്തം സ്കൂട്ടറിൽ കയറ്റി ഹൈദർപൂർ ഔട്ടർ റിംഗ് റോഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും DTC ബസ്സിൽ കയറ്റി തിലക് നഗറിലെത്തി അവിടെ നിന്നും ഓട്ടോയിൽ കയറി തീഹാർ ജയിലിൽ ബോഡി ഇടുന്നു. അതിനുശേഷം അയാൾ STD ബൂത്തുകളിൽ നിന്നും പോലീസിന് ഫോൺ ചെയ്യുന്നു. അതിനുശേഷം അയാൾ പറയുന്നത്, അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ഞാൻ കൊടുത്തു, ഇനി അവൻ മോക്ഷം കൊടുക്കണം, ഒപ്പം എൻ്റെ പാപങ്ങളും കഴുകിക്കളയണം. അതിനായി അയാൾ ഡെഡ് ബോഡിയിലെ തല മാത്രം യമുനയിലേക്ക് വലിച്ചെറിയുന്നു. 2007 ഏപ്രിൽ 25 രണ്ടാമത്തെ കേസ്. ഇത്തവണ കൂടെ ജോലി ചെയ്തിരുന്ന ഉപേന്ദർ എന്നയാളെയാണ് ചന്ദ്രകാന്ത് കൊല്ലുന്നത്. അയാളുടെ ദുശീലങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വഴക്കിന് ശേഷം നേരത്തെ പോലെ അയാളുടെ വീട്ടിൽ എത്തിച്ച് അനിലിനെ വധിച്ച പോലെ ഉപേന്ദറിനെയും വധിക്കുന്നു. ശേഷം തല യമുന നദിയിലും ബാക്കി ശരീരഭാഗങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നു. പിറ്റേന്ന് തീഹാർ ജയിലിന്റെ ഗേറ്റ് നമ്പർ 3 നിന്നും കിട്ടുന്ന ഡെഡ് ബോഡി പരിശോധിക്കാൻ വന്ന പോലീസുകാരും നാട്ടുകാരും നിൽക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രകാന്തും ഉണ്ടായിരുന്നു. പോലീസുകാരൻ ചാക്കുകെട്ട് അഴിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതാകുന്ന കണ്ടുനിന്ന് ക്ഷമകെട്ട ചന്ദ്രകാന്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ചാക്കുകെട്ട് അഴിച്ചു കൊടുക്കുന്നു. 2007 മെയ് 18 കൊല്ലപ്പെടുന്നത് ദിലീപ് എന്നു പേരുള്ള ചെറുപ്പക്കാരനാണ്. കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ ദിലീപും ചന്ദ്രകാന്തും ഹൈദർപൂരിലെ വീട്ടിൽ താമസിച്ചിരുന്നു. എന്നാൽ ദിലീപിന് തന്നോട് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന കാരണത്താലാണ് അയാളെയും കൊല്ലുന്നത്. 1998 പണ്ഡിറ്റ്, 2003 ശേഖർ, 2003 ഉമേഷ്, 2005 ഗുട്ടു. കുറ്റസമ്മതങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ചില കേസുകളിൽ വധശിക്ഷയും ചിലതിൽ ജീവപര്യന്തവും.